ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സമയം സന്ധ്യ കേട്ടോ, രാത്രി 7:30-8 മണിയൊക്കെ. ഇപ്പോഴാണ് പണി ദൂരമൊക്കെ ഒന്ന് ഒഴിഞ്ഞത്. വേറൊന്നുമല്ല, നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് മറ്റേ കട്ട കെട്ടിയിരുന്നല്ലോ, അതിൻ്റെ ഇടയ്ക്കിടെയൊക്കെ പുട്ടിയിടായിരുന്നു. അപ്പോൾ പുട്ടി വർക്ക് കഴിഞ്ഞ് നമ്മളുടെ ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് നമ്മുടെ ഈ എഫ്രൈം വീട്ടിലെ ഏറ്റവും ഒരു എന്തെന്ന് പറയണേ, ആകാംക്ഷയോടെ കാത്തിരുന്നൊരു സംഭവം, എക്സൈറ്റോട് കൂടിയിട്ട് കാത്തിരുന്ന പരിപാടി. അത് അതിൻ്റെ ഏകദേശം ഒരു 75% പണി കഴിഞ്ഞു. എന്തെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ദേ നോക്കിക്കോ, ഇതാടാ അങ്ങനെയുണ്ട് നമ്മളുടെ TV യൂണിറ്റാണ്. ഇനി ഈ ഇതിനകത്ത് ഒരു ഷീറ്റ് കൂടെ വരാനുണ്ട്. ഈ വൈറ്റ് ഷീറ്റാണ് അതിൽ വരുന്നത്. പിന്നെ ഇതിലും ആ ബോക്സ് കൂടെ, അത് മറ്റേ നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ ബോക്സാണ്, അതുകൂടെ ക്ലോസ് ചെയ്യാനുണ്ട്. അതും ക്ലോസ് ചെയ്യും. WPC വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കണേ. ആ വുഡൻ ഫിനിഷ് ഡോറുകൂടെ വന്ന് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എന്തായാലും കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് അഭിപ്രായം പറയണം പ്ലീസ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് കമൻറ്റ് കാര്യങ്ങളെല്ലാം കണ്ടതിൽ. പിന്നെ വേറൊരു പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞത് നമ്മൾ ഫുള്ള് പെയിൻറ്റിങ് കഴിഞ്ഞു കേട്ടോ. പ്രൈമറും അടിച്ച് വൈറ്റ് കളറ് പെയിൻറ്റും ചെയ്തു. ഫുള്ളായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയും കഴിഞ്ഞു. നമ്മളുടെ ബോർഡ് ഒന്നും ചെയ്തിട്ടില്ല. ബോർഡിൻ്റെ ഗ്യാപ്പ് കടയൊക്കെ മാക്സിമം സിലിക്കോൺ അടിച്ചിട്ട് ബോർഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വാൾപേപ്പറുകൾ, വെറൈറ്റി ആയിട്ടുള്ള വാൾപേപ്പറുകൾ വാങ്ങിയിട്ടുണ്ട്. അത് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. പിന്നെ അതേ നമ്മളുടെ ഈ ഷീറ്റിൻ്റെ പുറകിൽ മറ്റൊരു ഷീറ്റും കൊണ്ട് നമ്മൾ ആ ഭാഗം അങ്ങോട്ട് സ്റ്റെപ്പിൻ്റെ അടിഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പിൻ്റെ അടിഭാഗം സീലിംഗ് ചെയ്തു. പിന്നെ നമ്മൾക്ക് ഇവിടെയാണ് ബോക്സ്, TVയുടെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ബോക്സ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ വർക്ക്, ഇനി ഇവിടെ ഒരു ബോക്സ് കൂടെ വരാണ്ട് കേട്ടോ. ഇതിന് ഫൈനൽ വർക്ക് കാണിച്ചിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റ്. ഇവിടെയൊക്കെ നമ്മൾ വാൾപേപ്പർ ആട്ടോ ഒട്ടിക്കുന്നത്. ബോർഡ് കൂടെയൊക്കെ പെയിൻറ്റിങ് ഫുള്ളായിട്ട് ചെയ്തു. വൈറ്റ് കളർ തന്നെ കേട്ടോ. ഇനി ഇതിനകത്ത് വേറെ നിലവിൽ പെയിൻ്റൊന്നും വേറെ ചെയ്യുന്നില്ല. പിന്നെ ഇത് നമ്മൾ ഷെൽഫായിട്ട് സ്റ്റെപ്പിൻ്റെ അടിയിൽ വൺ സൈഡ് സ്റ്റെപ്പായിട്ട്, വൺ സൈഡല്ല രണ്ട് സൈഡിലേക്കൂടെ സ്റ്റെപ്പായിട്ടും ഒരു സൈഡ് അടിഭാഗത്തേക്ക് ഡൈനിങ്ങിൻ്റെ അവിടേക്ക് ഓപ്പൺ ആവുന്ന പോലെ ഇതേപോലെ ഷെൽഫുകളാക്കിയിട്ടും തിരിച്ചു. ഇനി ഇതിൻ്റെ അടിയിൽ ഈ ഭാഗത്ത് നമ്മൾ ഇൻവെർട്ടറും അതിൻ്റെ ബാറ്ററിയും സ്റ്റോറേജ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടുള്ള സെറ്റപ്പ്. അടുക്കളയിലും നമ്മൾ വാളൊക്കെ പെയിൻ്റ് അടിച്ച് അടിഭാഗമൊക്കെ ഫുള്ള് പെയിൻ്റ് അടിച്ചു കേട്ടോ അല്ലേ. ഇനി ഇവിടെ നമ്മളുടെ എന്താ പറയുന്നത്, പാത്രമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അത് മേടിച്ചിട്ടുണ്ട്, ഫിറ്റാക്കിയിട്ടില്ല. പിന്നെ ഇത് ബീഡിങ് കൊടുത്തു കേട്ടോ. മറ്റേ നമ്മളുടെ ഈ ബോർഡ് കൊടുത്തതിൻ്റെ സപ്പോർട്ടായിട്ടുള്ള ഒരു ബീഡിങ് അതെല്ലാം കൊടുത്തു. എക്സോസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വയറെല്ലാം വലിച്ചിട്ടു. ഇതിന് ഗ്ലാസ് കട്ട് ചെയ്ത് അവിടെ ഒരു 8 ഇഞ്ച് എക്സോസ്റ്റ് കൊടുക്കണം. പിന്നെ നമ്മളുടെ ഇതിൻ്റെ ഈ പോർഷനും ഈ ബാക്ക് സൈഡും ക്ലോസ് ചെയ്യാനുണ്ട്, അത് ക്ലോസ് ചെയ്യണം. പിന്നെ ഈ ഏരിയ എല്ലാം ഫുള്ള് പെയിൻറ്റിങ് കഴിഞ്ഞു അല്ലേ. നല്ല പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ നല്ല ഗ്ലോസി ആയിട്ടോ. ബാത്റൂമിനെ ഓൾറെഡി നമ്മൾ പലവട്ടം കാണിച്ചിട്ടുണ്ട്. ബാത്റൂമിൻ്റെയും മോൾ ഭാഗം പെയിൻറ്റിങ് ചെയ്തു കേട്ടോ. എക്സോസ്റ്റ് എല്ലാം പിടിപ്പിച്ച് ആദ്യം കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇന്ന് ചെയ്ത മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഈ കാലിഞ്ചോട്ടിൽ ഒരു കപ്പ് കമിഴ്ത്തി വെച്ചേക്കണുണ്ടോ. മിനിങ്ങാന്ന് KSEBന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു എർത്ത് കുഴി എടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ലേ, വീണ്ടും ഒരു എർത്ത് കുഴിയും കൂടെ എടുക്കാൻ പറഞ്ഞു. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ഇരുമ്പും കൊണ്ട് ഉണ്ടാക്കിയ വീടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനായി സെപ്പറേറ്റ് ആയിട്ട് അത് നമ്മൾ ഇവിടെയാണ് സ്ക്രൂ ചെയ്ത് കൊടുത്തേക്കുവാണ്. അതിന് സെപ്പറേറ്റ് ഒരു എർത്തിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്
ഈ എർത്ത് കുഴി ആദ്യം ഇപ്പുറത്തെ സൈഡിലാണ് കുഴിക്കാൻ തന്നെ ബോധമില്ലാത്തതുകൊണ്ട്, അതായത് ഇതുണ്ട് നമ്മുടെ വേസ്റ്റ് പോകണം പൈപ്പ് കുത്തി പൊളിച്ച് ഓർത്തില്ല. എന്താ ചെയ്യുക, അങ്ങോട്ട് എന്തോ ചിന്തയിൽ സംഭവം ആദ്യം തന്നെ കമ്പിയും കൊണ്ട് കുത്തിയത് പൈപ്പിലേക്കാണ്. ഇനിയിപ്പോൾ നാളെ അതൊന്ന് കട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് വിടണം. പിന്നെ ഇനി ഇവിടെയൊക്കെ ഫുള്ള് പുട്ടിയിടാണ്ട് എല്ലാം പുട്ടിയിടണം. പിന്നെ വേറെ ഇപ്പോൾ ഫിനിഷ് ചെയ്ത വർക്കുകൾ വേറെ ഇപ്പം എന്താ ഉള്ളത്, വേറെ ഒന്നുമില്ലയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ്. എന്തായാലും കാണുന്നവർ ഒന്ന് അഭിപ്രായം വേണം. ഇനിയിപ്പോൾ ഈ ഡോറുകൾ കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ പ്രൈമർ അടിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ പൊടിയും കാര്യങ്ങളെല്ലാം ഒഴിവായിട്ട് പെയിൻ്റ് അടിക്കാമെന്ന് വെച്ചിട്ടാണ്. വേറെ 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 നിലവിൽ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. മുകളിലേക്കൊന്നും പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളുടെ ടി വി യൂണിറ്റ് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുപോലെ നമ്മളുടെ ടി വി യൂണിറ്റിന് മൊത്തത്തിൽ എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ ടി വി യൂണിറ്റിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ. കാരണം പപ്പയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഇതുപോലെ ടി വി യൂണിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ എന്തായാലും നമുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് പണിയെടുക്കാനുണ്ട്, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അത് അടിപൊളിയായിട്ട് ചെയ്തു. WPC ആണ് ഏറ്റവും റേറ്റ് കമ്മിയായ WPC ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഷെൽഫും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറ് ഇതിനകത്ത് ചെയ്യും, എന്നിട്ട് ഇവിടെ നമ്മൾ WPC കൊണ്ട് ക്ലോസ് ചെയ്യും കേട്ടോ ഫുള്ളായിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ മുകളിൽ സ്റ്റെപ്പിൻ്റെ അടിയിൽ സീലിംഗ് ചെയ്ത് ക്ലോസ് ചെയ്തത് എല്ലാവരുടെയും ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പം എന്തായാലും നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പോൾ നിലവിൽ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ട് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനി ഇതിൻ്റെയൊക്കെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.